പത്തനംതിട്ട കൂടലിൽ വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ശക്തമായ കാറ്റിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് ആൽമരം പിഴുതു വീണു. പുലർച്ചെയായതിനാൽ വൻ ജീവഹാനിയാണ് ഒഴിവായത്. എന്നാൽ അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ അപേക്ഷ നൽകിയിട്ടും മുറിച്ചുമാറ്റാൻ തയ്യാറാകാതിരുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് എന്ന് സ്കൂൾ അധികൃതർ ആരോപിക്കുന്നു. ശക്തമായ കാറ്റിൽ കൂറ്റൻ ആൽമരമാണ് സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് പിഴുതു വീണത്. പുലർച്ചെയായതിനാൽ മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. അപകട വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കെട്ടിടത്തിന് മുകളിൽ നിന്നും മരം മുറിച്ചു മാറ്റിയത്. അത് പല മരങ്ങളും മുറിച്ച് മാറ്റണമെന്ന് ജില്ലാ പഞ്ചായത്തിൽ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇത് പറയുന്ന പോലെ നമ്മൾ അപകടമുണ്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് ഇപ്പോൾ മറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയൊരു അപകടത്തിലായിരുന്നു ഇതുണ്ടായിരുന്നെന്ന്. വലിയ അപകടമായേനെ. അതെന്തായാലും ഭാഗ്യത്തിന് അതെ വെളുപ്പാങ്കാലത്തായതുകൊണ്ട് അങ്ങനെ വലിയൊരു അപകടം ഒഴിവായി. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് ഞങ്ങൾക്ക്. ബാക്കിയുള്ളതൊക്കെ മുറിച്ച് മാറ്റാനായിട്ട് ഇനി ഞങ്ങൾ ബാക്കിയുള്ള നടപടികളൊക്കെ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ വളപ്പിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് PTA ഭാരവാഹികൾ പലതവണ ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഫണ്ടില്ലെന്ന മുടന്തൻ ന്യായം പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയുകയായിരുന്നുവെന്ന് PTA പ്രസിഡന്റ് ആരോപിക്കുന്നു. 4 മരങ്ങളോടുണ്ട് മുറിച്ചു മാറ്റാൻ. ഇനിയും അത് വലിയ മരങ്ങളാണ്. അത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അത് വളരെ അപകടം ഉണ്ടാക്കുന്നതാണ്. സ്കൂൾ കെട്ടിടം പോലും തകർന്നു പോകുന്ന വലിയ കെട്ടിടങ്ങൾ വരെ കടപുഴക്കി കളയാവുന്ന മരങ്ങളാണ്. ഒരു മരത്തിന്റെ വേരുകൾ മുഴുവൻ ഒരു കെട്ടിടത്തിലേക്ക് കയറി നിൽക്കുന്ന 200-250 ഇഞ്ച് വണ്ണമുള്ള മരങ്ങളാണ് നിൽക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അധികാരികൾ മുറിച്ചു മാറ്റി തരണമെന്നാണ് PTA പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷവും അതിനങ്ങേ വർഷവും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ മരങ്ങൾ മുറിച്ചു മാറ്റാൻ നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി കുറേ മുറിച്ചു മാറ്റി. 50,000 രൂപ മുടക്കി മുറിച്ചു മാറ്റി. അതിൽ ഫണ്ടൊന്നും നമുക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം പുതിയൊരു ഭരണസമിതി ജില്ലാ പഞ്ചായത്തിൽ വന്ന് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ പ്രാവശ്യം എല്ലാ ഫണ്ടുകളും അനുവദിച്ചു തരാമെന്ന് നമ്മളോട് ഏറ്റിട്ടുണ്ട്. കാരണം മരങ്ങളൊക്കെ മുറിക്കുന്നതിനുള്ള ഫണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു തരാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അപകട ഭീഷണി ഉയർത്തി ഇനിയും വലിയ മരങ്ങൾ സ്കൂൾ വളപ്പിൽ നിൽക്കുന്നുണ്ട്. കുട്ടികളുടെ ജീവന് ഭീഷണിയായ ഈ മരങ്ങൾ കൂടി അടിയന്തരമായി മുറിച്ചു മാറ്റാൻ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.